Hi, thesnimazeez. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓണമൊക്കെ കഴിഞ്ഞു. നമ്മളൊരു സാധാരണ റൂട്ടീനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പുഡിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ഒരു ഫ്രൂട്ടാണ് റംബുട്ടാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റംബുട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനും ഹസ്ബൻഡും വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം തന്നെ ഇരുന്ന് തിന്നാലും തുടങ്ങും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണ്, നല്ലൊരു പുഡിങ്ങാണ്. റംബുട്ടാൻ മാത്രം വെച്ചിട്ട് ചെയ്യാം. ഞാൻ റംബുട്ടാൻ, ആപ്പിൾ, അതേപോലെ സ്ട്രോബെറി സിറപ്പ്, ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് കൂടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനല്ലാതെയും ചെയ്യാം. റംബുട്ടാൻ മാത്രം വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഒരു കപ്പ് നിറയെ റംബുട്ടാൻ പൾപ്പ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 2 കപ്പ് റംബുട്ടാൻ മാത്രം എടുത്തിട്ട് ചെയ്യാം. 1 കപ്പ് റംബുട്ടാൻ 1 കപ്പ് ഇളനീർ പൾപ്പ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ സ്ട്രോബെറി സിറപ്പ് സ്കിപ്പ് ചെയ്യുക. സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വൈറ്റ് കളറിൽ മാത്രമായിട്ട് ചെയ്യാം. എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കിയപ്പം എന്താ പറയുക, പല ക്യാപ്ഷനും കാണുന്ന പോലെ പാത്രം കാലിയാവുന്നത് അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് പാത്രം കാലിയായി പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പുഡിങ്ങാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. റംബുട്ടാൻ എടുത്തിട്ട് ഇപ്പം നല്ല പൾപ്പുള്ള നല്ല മധുരമുള്ളതാണ് കിട്ടുന്നത്. ഇതുപോലെ എടുത്തിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്, നല്ല മധുരമുള്ളതാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്യാം. 1/2 ലിറ്റർ മിൽക്ക്, ഇതിലേക്ക് 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതൊരു 2 മിനിറ്റ്സ് മൈക്രോയിൽ വയ്ക്കുക. ഹൈ പവറിൽ 2 മിനിറ്റ്, അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ അടുത്ത സ്റ്റൗവിൽ വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് മിക്സ് ആവുന്നവരെങ്കിലും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചൈന ഗ്രാസ് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെച്ചാൽ മതി. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് ഇതേപോലെ തന്നെ സ്റ്റൗവിൽ ചെറിയ തീയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് മെൽട്ടായി വരും. മൈക്രോവേവ് ഉള്ളവരാണെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് ഇട്ട് ഹൈ പവറിൽ 2 മിനിറ്റ്സ് കൊടുത്താൽ മതി. ഈ പാൽ ഇനി അങ്ങ് തിളച്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒഴിക്കാം. ജസ്റ്റ് ഇങ്ങനെ തിളച്ച് തുടങ്ങി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ശരിക്കും മൈക്രോവേവിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് മെൽട്ടാവും. ശരിക്കും സ്റ്റൗവിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് മെൽട്ടാവും. അങ്ങനെയാണ്. ഇതിൽ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വൈറ്റ് കളറിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ ഫ്ലേവർ നല്ലതാണ്. നമുക്ക് 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളറ് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മാറിപ്പോയിട്ടുള്ളത്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള റംബുട്ടാൻ പൾപ്പ് ഇതൊരു കപ്പുണ്ട് കേട്ടോ. ഒരു 10 എണ്ണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് റംബുട്ടാൻ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. കുറച്ചധികം റംബുട്ടാൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആപ്പിളിന് പകരം ഇളനീരിട്ടിട്ട് ചെയ്യാം. ഈ സ്ട്രോബെറി സിറപ്പ് ചേർക്കാതെ വേണമെങ്കിലും ചെയ്യാം. ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം.
ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോഴേക്കും ഇത് സെറ്റാവും കേട്ടോ. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ അത് മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ഓരോരുത്തരെ എങ്ങനെയാണ് ക്ലാസ്സിന് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ ചോദിക്കുന്നുണ്ട്. ക്ലാസ്സിന് ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ക്ലാസ് ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്, എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. മൈക്രോവേവ് കുക്കറി മൈക്രോവേവ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു ക്ലാസ്സാണ്. പക്ഷെ അതിപ്പോൾ 25 കോഴ്സസ് ആയിട്ടുണ്ട്. പലതരത്തിലുള്ള കോഴ്സ് ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ക്ലാസ്, എന്താ പറയുക, കുക്കീസ് ക്ലാസ്, കേക്ക്സ്, ബ്രെഡ്സ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. പലരും കുട്ടികളൊന്നും ചെയ്യുന്നില്ല, കുട്ടികൾക്കുള്ള ക്ലാസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വെച്ചിട്ട് പുറത്തുനിന്നുള്ള ഒരുപാട് പുറത്തുനിന്നുള്ള കുട്ടികളും അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ നിന്നും, അതേപോലെ US നിന്ന്, അതേപോലെ കാനഡ, ഫ്രാൻസ്, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സസൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഇനിമേ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. റംബുട്ടാൻ പുഡിംഗ് കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ട്രൈ ചെയ്തോളൂ. അത് അങ്ങ് ഭയങ്കര ഹാർഡായിട്ടല്ല ഉള്ള, കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. സ്ട്രോബെറി സിറപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.